വിനായകന്റെ ഒപ്പം നഥാനും കാതറിനും ലക്കിയും നടന്നു. ഒരു ഇടവഴിയിലൂടെ നടന്ന് അവർ ഒരു വീടിന് മുന്നിലെത്തി. സാറ ചേച്ചി! വിനായകൻ അകത്തേക്ക് നോക്കി വിളിച്ചു. അകത്ത് നിന്നൊരു സ്ത്രീ പുറത്തേക്ക് വന്നു. ആ നീയാ ചേച്ചി, ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാര്. ബുക്കിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ വരൂ, അവർ പറഞ്ഞു. അമ്മച്ചി റൂമിലുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അമ്മച്ചിയോട് കാര്യങ്ങൾ. അതാ റൂം. ആ സ്ത്രീ അവർക്ക് റൂം കാണിച്ചു കൊടുത്തു. നഥാൻ ആ റൂമിലേക്ക് കയറി. ഒപ്പം കാതറിനും ലക്കിയും വിനായകനും. ഒരു കസേരയിലിരുന്ന് ജനലിലൂടെ പുറത്തു നോക്കുകയായിരുന്നു അവർ. അമ്മച്ചി, ആ കുട്ടികൾ വന്നിട്ടുണ്ട്, സാറ അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ അമ്മച്ചി അവരെ നോക്കി. നഥാന്റെ മുഖത്തേക്ക് നോക്കിയ അവർ അവനെ അടുത്തേക്ക് വിളിച്ചു. അവൻ അവരുടെ അടുത്ത് മുട്ടുകുത്തി നിന്നപ്പോൾ അവർ നഥാന്റെ മുഖത്തെ തന്റെ 2 കൈകളും വെച്ചു. നഥാന് ഒന്നും മനസ്സിലായില്ല. അവർ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. ഡാനിയലേഥന്റെ കണ്ണുകളാ കുട്ടിക്ക്, അവർ പറഞ്ഞപ്പോൾ നഥാൻ കാതറിനെയും ലക്കിയെയും നോക്കി. ഞങ്ങൾ വന്നത് പറഞ്ഞിരുന്നു. ഹീബ്രു ഭാഷയിൽ എഴുതിയ ഒരു ബുക്ക് വായിച്ച് അർത്ഥം പറഞ്ഞു തരണം, അതല്ലേ? അതെ. നഥാൻ കാതറിന്റെ കയ്യിൽ നിന്ന് സാഗറിന്റെ മുറിയിൽ നിന്നും കിട്ടിയ ബുക്ക് വാങ്ങിച്ച് അവർക്ക് കൊടുത്തു. അതിന്റെ ചട്ട കണ്ടപ്പോഴേ അവരുടെ മുഖം മാറി. നിങ്ങൾക്ക് ഇതെവിടുന്ന് കിട്ടി? ആ സ്ത്രീ ചോദിച്ചു. ഇത് നഥാൻ കാതറിനെയും ലക്കിയെയും നോക്കി. ഇത് ഞാൻ വാങ്ങിച്ച വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നതാ. ഇതെന്ത് ബുക്കാ? ഇത് സാത്താന്റെ നിയമപുസ്തകമാണ്, അവർ പറഞ്ഞു. സാത്താന്റെ? അതെ, സാത്താന്റെ നിയമപുസ്തകങ്ങൾ എഴുതിയ പുസ്തകം. ഇരുണ്ട ഭൂമിയുടെ വേദപുസ്തകം. എങ്ങനെ സാത്താനെ സേവിക്കണമെന്നും എങ്ങനെ സാത്താന്റെ സന്തതികൾ ജീവിക്കണമെന്നും എഴുതി വെച്ചിരിക്കുന്നത് ഇതിലാണ്. നമുക്ക് വിശുദ്ധ ഖുർആൻ എങ്ങനെയോ, ബൈബിൾ എങ്ങനെയോ, രാമായണം എങ്ങനെയോ, അതുപോലെ തന്നെയാണ് അവർക്ക് ഈ ബുക്കും. അവർ ആ ബുക്ക് മറിച്ചു നോക്കി. ഇത് കണ്ടോ? അവർ ആ ബുക്കിലെ ഒരു ചിത്രം കാണിച്ചു കൊടുത്തു. ഈ മാല അവർ സാത്താന്റെ വിശുദ്ധ അടയാളമായാണ് കാണുന്നത്. സാത്താനെ സേവിക്കുന്നവരുടെ കയ്യിൽ ഈ മാലയുണ്ടാകും. അവർ സാത്താൻ സേവ ചെയ്യുന്ന സമയം ഇത് ധരിക്കും. ആഗ്രഹ സബലീകരണത്തിനു വേണ്ടിയാണ് അവർ സാത്താനെ ആരാധിക്കുന്നത്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അവസാനമില്ലാത്തതാണ്. എന്നാൽ നിന്റെ ദൈവം അതിൽ എത്ര ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. എന്നിലേക്ക് വരുവിൻ, നിന്റെ ആഗ്രഹങ്ങൾക്ക് അന്ത്യമില്ലാത്ത പോലെ എന്റെ ശക്തിക്കും ക്ഷയമില്ല. മോഹത്തെ പേറി പാപത്തെ പ്രസവിക്കുന്ന മനുഷ്യന് ആഗ്രഹങ്ങൾ മതിവരാത്ത കാലത്തോളം ദൈവത്തിന് മുകളിലായിരിക്കും എന്നും ഞാൻ. ആ ബുക്കിന്റെ അവസാനത്തെ വരികൾ അവർ വായിച്ചു. എങ്ങനെയാ ഈ സാത്താൻ സേവ? ലക്കി ചോദിച്ചു. അതെനിക്ക് പൂർണ്ണമായും അറിയില്ല മോനെ. ഇരുണ്ട ഭൂമിയിൽ നടക്കുന്നതൊന്നും പുറത്തറിയില്ലായിരുന്നു. പേരുപോലെ തന്നെയാണ് ആ സ്ഥലവും. ഇരുണ്ട ഭൂമി. കറുപ്പായിരുന്നു ആ ഭൂമിയിലെ മണ്ണിന്റെ നിറം. തലതിരിഞ്ഞ കുരിശുകൾ ആ മണ്ണിൽ കുത്തി നിർത്തിയത് കാണാമായിരുന്നു. ഈ ഇരുണ്ട ഭൂമി എങ്ങനെയാ ഉണ്ടായത്? നഥാൻ ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡാനിയൽ ഏഥൻ എന്ന്. ഏഥൻ എന്നത് ഇസ്രായേലിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു. മതപരമായി ഉയർന്ന വിശുദ്ധ കുടുംബം. അവിടെ വിശുദ്ധ രക്തത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ മേലേക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. മേലേക്ക് എന്നുവെച്ചാൽ? മേലേക്ക് എന്നുവെച്ചാൽ രാജാവ്. വിശുദ്ധ രക്തത്തിൽ ജനിച്ച കുഞ്ഞ് ദൈവതുല്യനായിരുന്നു. അതിനാൽ തന്നെ ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ബലി കൊടുക്കുക എന്നാൽ സാത്താന് ഏറെ പ്രിയമാണെന്നത് ഇരുണ്ട ഭൂമിയിലുള്ളവർക്കറിയാം. ഇരുണ്ട ഭൂമി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, നന്മ ഉണ്ടെങ്കിൽ തിന്മയുണ്ടല്ലോ കുഞ്ഞെ. അത് ആരും സ്വയം സൃഷ്ടിക്കുന്നതല്ല. ഓരോ മനസ്സിൻ്റെയും ചാബല്യങ്ങൾ. കുറുക്കു വഴിയിലൂടെ സുഖം ആഗ്രഹിക്കുന്നവരാണ് തിന്മയെ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ളവർ ഒത്തുകൂടി ഇരുണ്ട ഭൂമിയുണ്ടായി. ഏത്തൻ പോലെ അവർക്കും ഒരു ഉയർന്ന കുടുംബമുണ്ടായി. അവിടെയും സാത്താന് പ്രിയപ്പെട്ടവരെന്ന് അവർ കരുതുന്ന കുഞ്ഞുങ്ങൾ ജനിച്ചു. നമ്മുടെ നിയമങ്ങളെ അപ്പാടെ വലിച്ചെറിഞ്ഞും അവയെ വികൃതമാക്കിയും അവർ രസിച്ചു. സാത്താൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് യഹൂദ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുക, യഹൂദരുടെ പുണ്യ നിയമങ്ങൾ കത്തിച്ച് അവയിൽ ആർത്തവ രക്തം ഒഴുക്കിയും അവർ രസിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് എത്തിപ്പെടാൻ കഴിയാതിരുന്നത് ഏഥനിലെ വിശുദ്ധ രക്തത്തിലേക്കായിരുന്നു. ഭ്രൂണഹത്യയായിരുന്നു അവരുടെ മറ്റൊരു ബലി. ഈ ബുക്ക് ഞാൻ വായിക്കില്ല കുഞ്ഞുങ്ങളെ. ഇത് സാത്താന്റെ നിയമമാണ്. ഇത് വായിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അത് ഞാൻ ഏഥൻ കുടുംബത്തോട് ചെയ്യുന്ന തെറ്റാകും. വേണ്ട അമ്മച്ചി, അത് വായിക്കണ്ട. നഥാൻ ആ ബുക്ക് വാങ്ങി കാതറിന് കൊടുത്ത്
എസ്തേറിന്റെ ഡയറി വാങ്ങി. പക്ഷേ ഇത് വായിച്ചു തരണം. അവൻ ആ ബുക്ക് അവരുടെ മടിയിൽ വെച്ചു കൊടുത്തു. അവർ ആ ബുക്കിന്റെ ആദ്യത്തെ പേജ് മറിച്ചു. എസ്തേർ? അവർ നഥാനെ നോക്കി. സത്യം പറയേ, നിങ്ങൾ ആരാ? അവർ ഭയത്തോടെ ചോദിച്ചു. എസ്തേറിന്റെ ഈ ബുക്ക് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾ ആരാ? സാറാ, ഇവരോട് പോകാൻ പറയേ. അവർ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. ഞാൻ നഥാൻ ഡാനിയൽ ഏതൻ, നഥാൻ പറഞ്ഞു. അത് കേട്ട് അവർ അവിടെ തന്നെ ഇരുന്ന് നഥാനെ നോക്കി. അമ്മച്ചി ഞാൻ വന്നപ്പോൾ പറഞ്ഞ ഡാനിയൽ ഏതന്റെ മകൻ. അവർ വിശ്വാസം വരാതെ അവനെ ഉറ്റുനോക്കി. സത്യമാണോ? അതെ, ഞങ്ങൾ വരുന്നത് ഏതൻ ഗാർഡനിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയത്. വിസ്ഡം ചാരിറ്റിയാണ് എന്നെ വളർത്തിയത്. നഥാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവർ അവന് മുൻപിൽ കൈകൂപ്പി. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞങ്ങളുടെ രാജാവേ, അവർ പറഞ്ഞു. നഥാൻ ആ കയ്യിൽ പിടിച്ചു. എനിക്ക് ഈ ബുക്കിൽ എന്താണെന്നറിയണം. ഇമ്മാനുവേൽ ഏതനും എന്ത് സംഭവിച്ചുവെന്നറിയണം. എനിക്കെന്താ സംഭവിക്കുക എന്നറിയണം. എനിക്കെല്ലാം അറിയണം. എനിക്കറിയാവുന്നത് പറയാം. ഇമ്മാനുവേൽ ഏതനെ ഞാൻ കണ്ടിട്ടുള്ളത് അവിടെയുള്ള ഫോട്ടോസിൽ മാത്രമാണ്. എനിക്കറിയാവുന്ന കഥയിലെ ഇരുണ്ട ഭൂമിക്ക് പുറത്താണ് എസ്തേറിനെ എന്നും ഇമ്മാനുവേൽ ഏതൻ കണ്ടിരുന്നത്. അതിനാൽ തന്നെ അദ്ദേഹം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എസ്തേർ ഇരുണ്ട ഭൂമിയിലെ രാജകുമാരിയാണെന്ന്. എസ്തേറിന്റെ മരണശേഷമാണ് ഇമ്മാനുവേൽ ഏതന്റെയും എസ്തേറിന്റെയും പ്രണയം എല്ലാവരും അറിയുന്നത്. ഇമ്മാനുവേൽ ഇസ്രായേലിൽ തിരിച്ചെത്തിയ ദിവസം സാത്താന്റെ സന്തതികൾ അദ്ദേഹത്തെ വേട്ടയാടുവാൻ ആരംഭിച്ചു. പക്ഷേ ഏതൻ കുടുംബത്തിന്റെ കാവൽക്കാർ ഇമ്മാനുവേലിനെ രക്ഷിച്ചുകൊണ്ടിരുന്നു. പിന്നെന്താ ഇമ്മാനുവേൽ ഏതന് സംഭവിച്ചത്? ഏതൻ കുടുംബത്തിലെ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെയല്ല വിശുദ്ധ രക്തത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയൂ. അതിലൊന്നാണ് വിശുദ്ധ രക്തത്തിൽ ജനിച്ചവർക്ക് യഹൂദ പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കുവാൻ കഴിയൂ. അത് കേട്ടപ്പോൾ നഥാൻ ക്യാദറിനെ നോക്കി. അടുത്ത തലമുറ വേണമല്ലോ. ഇസ്രായേലെത്തിയ ഇമ്മാനുവേൽ എസ്തറിന്റെ മരണത്തിൽ അതീവ ദുഃഖിതനായിരുന്നു. എപ്പോഴും തന്റെ മുറിയിൽ എസ്തറിനെക്കുറിച്ച് എഴുതിയും അവളുടെ ഫോട്ടോ നോക്കിയും ദിനങ്ങൾ കഴിച്ചുകൂട്ടി. പക്ഷെ കുടുംബത്തിൽ ഇമ്മാനുവേലിനെ വിവാഹം ആലോചിക്കുവാൻ തുടങ്ങി. അതറിഞ്ഞ ഇമ്മാനുവേൽ ഏതൻ ഭ്രാന്തനെ പോലെ എല്ലാം വലിച്ചെറിഞ്ഞു. ഒരിടത്ത് തന്റെ പ്രണയം, ഒരിടത്ത് തന്റെ കുടുംബത്തിന്റെ നിയമം. അദ്ദേഹത്തിന്റെ മാനസിക നില താറുമാറായിരുന്നു. അദ്ദേഹത്തെ ചികിത്സിക്കുവാൻ വന്നതായിരുന്നു ഡോക്ടർ മിറ. മിറയുടെ സാമീപ്യം പതിയെ ഇമ്മാനുവേലിന്റെ മാനസിക നിലയിൽ മാറ്റം വരുത്തി. മിറ ഒരു ജൂത പെൺകുട്ടിയായിരുന്നു. ഇമ്മാനുവേൽ ഏതന് തന്റെ കുടുംബത്തിന്റെ നിയമത്തിനപ്പുറം നിൽക്കാൻ കഴിഞ്ഞില്ല. മിറ ഇമ്മാനുവേലിന്റെ ഭാര്യയായി. അടുത്ത തലമുറ എന്നൊരു ചോദ്യം ഏത് നേരവും ഇമ്മാനുവേലിനെ ഭരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം മിറയെ സ്നേഹിച്ചില്ല. എസ്തേർ ആയിരുന്നു അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ. മിറയ്ക്കും അതറിയാമായിരുന്നു. പക്ഷേ മിറ ഇമ്മാനുവേലിനെ സ്നേഹിച്ചു. ഏതൻ കുടുംബത്തിന്റെ നിയമങ്ങളനുസരിച്ചു. എന്തിനും വലുത് കാലങ്ങളായി തങ്ങൾ വില കൊടുത്ത് സംരക്ഷിക്കുന്ന നിയമങ്ങളാണെന്നറിയാവുന്ന ഇമ്മാനുവേലിൽ നിന്ന് മിറ ഗർഭം ധരിച്ചു. അതുവരെ ഒരു ഡോക്ടറായിരുന്ന മിറ സാധാരണ പെണ്ണായി മാറിയത് അവിടെ നിന്നായിരുന്നു. മിറ ഇമ്മാനുവേലിന്റെ സ്നേഹം ആഗ്രഹിച്ചുവെങ്കിലും ഇമ്മാനുവേലിന് മിറയെ കാണുമ്പോഴെല്ലാം എസ്തേറിനെ ഓർമ്മ വന്നു. ഒരുപക്ഷെ എസ്തേറിന്റെ പ്രണയം അത്രയും ആഴത്തിൽ ഇമ്മാനുവേൽ ഏതന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. മിറയിൽ നിന്നും ഇമ്മാനുവേലിനെ മാറ്റി നിർത്തുന്നത് മരിച്ചുപോയ എസ്തേർ ആണെന്ന് ഇമ്മാനുവേലിനൊപ്പം മിറയും വിശ്വസിച്ചു. ഒരിക്കലും ഇമ്മാനുവേൽ തനിക്ക് സ്വന്തമാകില്ലെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു പ്രസവിച്ച ശേഷം മിറ ആത്മഹത്യ ചെയ്തു. മിറയുടെ മരണം ഇമ്മാനുവേലിനെ താങ്ങാനാകുന്നതിനപ്പുറമായിരുന്നു. താൻ കാരണം മരിക്കുന്ന രണ്ടാമത്തെ ആൾ. രണ്ടും ഇമ്മാനുവേലിനോടുള്ള പ്രണയം കൊണ്ടു. തൻ്റെ ജീവിതവും എസ്തറിന്റെ ജീവിതവും മിറയുടെ ജീവിതവും നശിപ്പിച്ച നിയമങ്ങളോട് ഇമ്മാനുവേലിന് വെറുപ്പായി. പരിശുദ്ധമെന്ന് കരുതിപ്പോന്ന ആ നിയമപുസ്തകം ഇമ്മാനുവേൽ കത്തിച്ചു കളഞ്ഞു. തൻ്റെ കുഞ്ഞിനെ ഏതൻ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഇമ്മാനുവേൽ എവിടേക്കോ പോയി. അതിനുശേഷം ജനിച്ച കുഞ്ഞുങ്ങൾ ഒന്നും വിശുദ്ധ രക്തമുള്ളവരായിരുന്നില്ല. തലമുറകൾ മാറി വന്നു. ഡാനിയൽ ഏതൻ റേച്ചലിനെ വിവാഹം ചെയ്തു. ഡാനിയേലിനെ പോലെ തന്നെ റേച്ചലും സമ്പർക്ക രക്തത്തിൽ ജനിച്ചതല്ലായിരുന്നു. റേച്ചൽ ഗർഭിണിയായതു മുതൽ ഇരുണ്ട ഭൂമിയിൽ നിന്നുള്ളവർ ഏതൻ കുടുംബത്തെ ഉപദ്രവിക്കുവാൻ തുടങ്ങിയിരുന്നു. കാരണം അപ്പോഴേക്കും എസ്തേർ അവർക്ക് വാഴ്ത്തപ്പെട്ടവളായി. തിന്മയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു നന്മയുടെ ലക്ഷ്യം. വിശുദ്ധനായ ഇമ്മാനുവേൽ തിന്മയെ എതിർക്കുവാൻ തിന്മയുടെ രാജകുമാരിയായ എസ്തേറിനെ കൊന്നുവെന്ന് ഇരുണ്ട ഭൂമിയിലുള്ളവർ വിശ്വസിച്ചിരുന്നു.
അന്ന് മൈക്കിളായിരുന്നു ഡാനിയലിന്റെ കാവൽ. ഒരു കണ്ണിന് കാഴ്ച കുറവായിരുന്നു അയാൾക്ക്. വിശുദ്ധ രക്തത്തിലെ കുഞ്ഞിനെ ഭ്രൂണത്തിലിരിക്കെ ബലി കൊടുത്താൽ സാത്താന്റെ പ്രീതി ഇരട്ടിക്കുമെന്നറിയാവുന്ന അവർ അതിന് നിരന്തരം പരിശ്രമിച്ചു. റേച്ചൽ പ്രസവിച്ചു. പക്ഷേ കുഞ്ഞിനെ മൈക്കിളിനെ ഏൽപ്പിച്ച് എവിടേക്കെങ്കിലും പോകാൻ പറഞ്ഞു. കുഞ്ഞിനെ കിട്ടാത്ത ദേഷ്യത്തിൽ അവർ... നഥാന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ ആ കുഞ്ഞിനെ ഞങ്ങളുടെ രാജാവിനെ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. ദൈവങ്ങൾക്ക് സ്തുതി. അവർ നഥാന്റെ കയ്യിൽ ചുംബിച്ചു. മകനെ, നീ ഏത്തനാണ്. കത്തിച്ചു കളഞ്ഞുവെങ്കിലും ആ നിയമങ്ങൾ നീ പാലിക്കണം. നിന്നിൽ ഏത്തൻ കുടുംബം അവസാനിക്കരുത്. നീ ഒരു ജൂത പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. നിന്റെ ശത്രുക്കളെ ഇല്ലാതെയാക്കി നീ ഇസ്രായേൽ പോകണം. എല്ലാറ്റിനുമുപരി നിന്റെ ജീവൻ രക്ഷിക്കാൻ ജീവൻ കൊടുത്ത നിന്റെ മാതാപിതാക്കളുടെ കല്ലറയിൽ പോകണം. അവരും കൊതിക്കുന്നുണ്ടാകും മകനെ കാണാൻ. അവൻ മൂളി. ഈ ബുക്കിൽ... നഥാൻ ആ ബുക്കിൽ കൈവച്ചു. അവർ അത് വായിച്ചു തുടങ്ങി. അന്നേരം സാറ അവർക്ക് കുടിക്കാൻ ചായ കൊണ്ടുവന്നു. മോനെ, ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എസ്തേറിന് ഇമ്മാനുവലിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. മിറയെ എന്തുകൊണ്ട് ഇമ്മാനുവൽ സ്നേഹിച്ചില്ല എന്നതിന് കാരണം ഇതിലുണ്ട്. അത്രയധികം എസ്തേർ ഇമ്മാനുവലിനെ സ്നേഹിച്ചിരുന്നു എന്നതാണ്. കുറച്ചു നേരം കൂടി അവിടെ ചെലവിട്ട ശേഷം നഥാൻ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ഒപ്പം ലക്കിയും കാതറിനും. ഞാൻ പോവുകയാണ്. ഇനി ഇങ്ങോട്ടുള്ള വരവറിയില്ല. എന്നെ അന്വേഷിക്കുന്നവർ എന്തായാലും എന്നെ കണ്ടെത്തും. ദൈവം മോനോടുകൂടെ എപ്പോഴും കാണും. പക്ഷെ അമ്മച്ചി പറയട്ടെ, മോനിൽ അവസാനിക്കരുത് ഏതൻ പാരമ്പര്യം. ഒരു ജൂത പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കണം. സന്തോഷത്തോടെ ജീവിക്കണം. അവർ പറഞ്ഞതിന് മറുപടിയായി അവനൊന്ന് ചിരിച്ചേ ഉള്ളൂ. ആൽവിൻ, ഒരു കാര്യം പറയാനുണ്ട്. ബംഗ്ലാവിന് മുന്നിൽ കാർ നിർത്തി എലീന ആൽവിനെ നോക്കി. ഈ മാല ഊരി വെച്ചോളൂ. പ്രാർത്ഥന ഉള്ളപ്പോൾ ധരിച്ചാൽ മതി. ശരി. എന്നാ പ്രാർത്ഥന ഉണ്ടാവുക? എന്തേ? അല്ല, പെട്ടെന്ന് തന്നെ കാതറിനെ കിട്ടുമല്ലോ. അത് കേട്ട് അവൾ ചിരിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന എന്നത് പള്ളിയിലെ കുർബാന പോലെയല്ല. അത് നീ നേരിട്ട് കണ്ടോളൂ. പറഞ്ഞ് ഞാൻ ത്രില്ല് കളയുന്നില്ല. അവൾ അവനെ നോക്കി ചിരിച്ചു. നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നിനക്ക് കാണാം, അറിയാം, അനുഭവിക്കാം, ആസ്വദിക്കാം. ആസ്വദിക്കാൻ എന്താ ഉള്ളത്? അവൻ അർത്ഥം വെച്ച് ചോദിച്ചു. ആസ്വദിക്കാനുള്ളത് തന്നെ. അവൾ ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങി. അവനും. മാഡം എലീന. മനു അവിടേക്ക് വന്നു. എന്താ മനു? ഇത് ആൽവിൻ സാറിനെ ഏൽപ്പിക്കാൻ നഥാൻ സാർ പറഞ്ഞു. മനു കീ കൊടുത്ത് ആൽവിന് നേരെ നീട്ടി. ബംഗ്ലാവിന്റെ കീയാണ്. ആരുമില്ല അവിടെ. എവിടെ പോയി? അറിയില്ല. ഇന്ന് ചിലപ്പോഴേ എത്തുമെന്ന് പറഞ്ഞു. ഓക്കെ, ശരി സാർ. മനു അവിടെ നിന്ന് പോയി. അവരെങ്ങോട്ട് പോയതാ? എലീന ആൽവിനെ നോക്കി. അറിയില്ല. ഞാൻ പോയതല്ലേ. അപ്പോ അവരെന്നെ കൂട്ടാതെ പോയതാകും. ആൽവിന് ദേഷ്യം വന്നു. സാരല്ലേ ആൽവിൻ, അവർ പോയി വരട്ടെ. ആൽവിനെ ഞാൻ ഇന്ന് എൻ്റെ ഒപ്പം ഡിന്നർ കഴിക്കാൻ ക്ഷണിക്കുന്നു. എലീന പറഞ്ഞു. വരുമോ? ഷുവർ, എന്തായാലും വരും. ഞാനിപ്പോൾ പോയി ഒന്ന് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ രാത്രി കാണാം. എലീന ആൽവിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. എലീന പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് ആൽവിൻ ബംഗ്ലാവിലേക്ക് ചെന്നു. തിരിച്ചു വരവിന് 3 പേരും പരസ്പരം മിണ്ടിയില്ല. കാതറിൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. വഴിയിൽ ഉയർന്നു നിൽക്കുന്ന പള്ളി കണ്ടപ്പോൾ അവൾ ലക്കിയുടെ തോളിൽ തട്ടി കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. ലക്കി കാർ ഒരു സൈഡിൽ നിർത്തി അവളെ തിരിഞ്ഞു നോക്കി. നഥാനും. എന്തേ? നഥാൻ ചോദിച്ചു. അവൾ പള്ളിയിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഡോർ തുറന്നിറങ്ങി പടികൾ കയറി. ലക്കിയും നഥാനും കാറിൽ നിന്നിറങ്ങി നിന്നു. ആ അമ്മച്ചി പറഞ്ഞത് കേട്ടപ്പോൾ മുതൽ അവൾ ആകെ ഓഫാണ് നഥാ. നഥാൻ മൂളി. ഞാനിപ്പോൾ വരാം. അവൻ പള്ളിയുടെ പടികൾ കയറി ചെല്ലുമ്പോൾ കാതറിൻ പള്ളിക്ക് പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നഥാൻ അവളുടെ അടുത്ത് ചെന്ന് അകത്തേക്ക് നോക്കി കുരിശു വരച്ചു. കാതറിൻ അവനെ നോക്കി. കാതറിൻ, ആ അമ്മച്ചി ഞാനൊരു ജൂത പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് നീ വിഷമിക്കുന്നതെങ്കിൽ വേണ്ട. അതല്ല, എന്നെ വേണ്ടെന്ന് വെച്ച് പോകാനാണെങ്കിൽ അതും വേണ്ട. ഞാൻ നിന്നെ വിടില്ല. ഏതൻ കുടുംബത്തിലെ ആ നിയമങ്ങൾ ഇമ്മാനുവേൽ ഏതൻ കത്തിച്ച് ചാരമാക്കിയിരിക്കുന്നു. അത് ഞാൻ അനുസരിക്കേണ്ട ആവശ്യമില്ല.
ആ നിയമപുസ്തകത്തിൽ ഒരുപാട് താളുകളും അതിൽ നിറയെ ഞാൻ അനുസരിക്കേണ്ട നിയമങ്ങളും ഉണ്ടാകും. ഇതുവരെ അതൊന്നും അനുസരിച്ചല്ല നഥാൻ ജീവിച്ചത്. ഇനിയത് അനുസരിക്കാനും ഞാൻ നിൽക്കില്ല. മറ്റൊരു എസ്തറും മിറയും ഒന്നും ഉണ്ടാകണ്ട. എനിക്ക് നീ മാത്രം മതി. ഒരു മതവും ഗ്രന്ഥവും നിയമങ്ങളുമല്ല ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സാണ്. അവൻ കാതറിന്റെ കൈ പിടിച്ചു. എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് കരുതുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ആ ദൈവങ്ങളെയും എന്റെ മനസാക്ഷിയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ മനസ്സിലും ജീവിതത്തിലും നീ മാത്രമേ ഉള്ളൂ, ഉണ്ടാവുകയുമുള്ളൂ. കാതറിൻ അവനെ കെട്ടിപ്പിടിച്ചു. കാതറിൻ, ഇത് പള്ളിമുറ്റമാണ്. നഥാൻ അവളെയും ചേർത്ത് പിടിച്ച് കാറിന്റെ അടുത്തേക്ക് നടന്നു. തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ആകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ലക്കി പറഞ്ഞു. നിന്റെ വിഷമമൊക്കെ മാറിയല്ലോ. ഇനി ഇവനെങ്ങാണ് നിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവനെ ആ സാത്താന്റെ സന്തതികളാവില്ല, ഞാനാവും തട്ടുക, ലക്കി പറഞ്ഞു. കാറിൽ കയറിയ രണ്ടും ഒരുത്തനെ ആ മലമുകളിൽ ഇട്ടേച്ചാ വന്നത്. ഇന്നെത്താൻ നോക്കാം. എത്തിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നാളെ ആരൊക്കെ ഛർദ്ദിക്കുമെന്ന് തമ്പുരാൻ അറിയാം. ലക്കി കാറിൽ കയറി. കനത്ത മഞ്ഞ് വീഴ്ചയുണ്ടായിരുന്നു രാത്രി. ആൽവിൻ അകത്ത് സോഫയിൽ കിടക്കുമ്പോൾ അവന്റെ ഫോണിന്റെ മെസ്സേജ് വന്നു. യോർ ഡിന്നർ ഇസ് റെഡി. ആൽവിൻ അത് വായിച്ച് റൂമിലേക്ക് പോയി കണ്ണാടിയിൽ നോക്കി മുടിയൊതുക്കി തന്റെ ബോഡി സ്പ്രേ എടുത്തടിച്ച് ഷർട്ടിട്ട് ജാക്കറ്റ് എടുത്തിട്ട് പുറത്തേക്ക് നടന്നു. മഞ്ഞിനെ വകഞ്ഞു മാറ്റി അവൻ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. എലീനയുടെ റൂമിന് മുന്നിൽ ചെന്ന് ആൽവിൻ കോളിംഗ് ബെല്ലടിച്ചു. എലീന വാതിൽ തുറന്ന് അവന് മുന്നിൽ നിന്നു. സാരിയായിരുന്നു അവളുടെ വേഷം. ആൽവിൻ എലീനയെ അടിമുടി നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൾ ചോദിച്ചു. യു ലുക്ക് ടു ഹോട്ട് ഇൻ സാരി. റിയലി? യെസ്, അവൻ പറഞ്ഞു. അകത്തേക്ക് വരൂ ആൽവിൻ. എലീന അവനെ ക്ഷണിച്ചു. ഇരിക്കൂ. അവൾ സോഫയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. താങ്ക്സ്. അവൻ ഇരുന്നു. കുടിക്കാൻ എന്ത് വേണം ആൽവിൻ? തണുത്തത് വേണോ അതോ? പുറത്ത് ഭയങ്കര തണുപ്പല്ലേ മാഡം എലീന, നമുക്ക് ചൂട് പോരെ? അവൻ ചിരിച്ചു. ആസ് യുവർ വിഷ്. ഇന്ന് ആൽവിൻ അതിഥിയാണ്, അപ്പോ എല്ലാം ആൽവിന്റെ ഇഷ്ടം. അവൾ ഷെൽഫിൽ നിന്ന് കുപ്പി എടുത്തു വെച്ചു. അടുക്കളയിൽ പോയി ഗ്ലാസും ഐസ് ക്യൂബും എടുത്തു വന്നു. അവരിന്ന് വരില്ലല്ലേ? അവൾ ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും ആൽവിനെ കൂട്ടാതെ പോയത് മോശമായി. ഞാൻ പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ഡിന്നർ കിട്ടുമോ? ആൽവിൻ ചിരിച്ചു. ശരിയാ. അവൾ ഗ്ലാസ് അവന് നേരെ നീട്ടി. ആൽവിൻ അത് വാങ്ങി. ചിയേഴ്സ്. അവൾ ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചു. അവനും. ഇന്നെന്താ എന്നെ ഡിന്നറിന് ക്ഷണിച്ചത്? ബംഗ്ലാവ് പൂട്ടിയിട്ടല്ലേ അവർ പോയത്. ജോലിക്കാരും കാണില്ല. നൈറ്റ് ആൽവിൻ എവിടുന്ന് കഴിക്കും? അതാണ് ഞാൻ ക്ഷണിച്ചത്. സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല. ഞാൻ സാത്താനെ ആരാധിക്കാമെന്ന് പറഞ്ഞ സന്തോഷമല്ലേ? അവൻ ചോദിച്ചു. അവൾ ഗ്ലാസ് പിടിച്ചെഴുന്നേറ്റ് ജനലിലൂടെ ദൂരേക്ക് നോക്കി. അതുമുണ്ട് ആൽവിൻ. കാരണം ഒരാളെ കൂടെ ഞങ്ങളുടെ ഒപ്പം കൂട്ടിയാൽ പ്രാർത്ഥിക്കാതെ ബലി നൽകാതെ എൻ്റെ ഒരു ആഗ്രഹം നടക്കും. എന്താ ഇപ്പോൾ നിന്റെ ആഗ്രഹം? ആൽവിൻ എഴുന്നേറ്റു. അത് പറയാൻ പാടില്ല. നടന്ന ശേഷം പറയാൻ ഞാൻ. ആദ്യം നിന്നോടേ പറയൂ. ശരി, നടന്നിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ എനിക്കിപ്പോൾ നന്നായി വിശക്കുന്നുണ്ട്. ഓ സോറി ഡിയർ, വരൂ. അവർ ആഹാരം കഴിക്കാനിരുന്നു. ഈ നേരം കൊണ്ട് ഇത്രയധികം ഉണ്ടാക്കിയോ? യെസ്, ഡിന്നർ മോശമാകാൻ പാടില്ലല്ലോ. കഴിക്കാൽവിൻ, എലീന പറഞ്ഞു. എങ്ങനെ, കൊള്ളാവോ? ഉഗ്രനായിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി കോട്ടയത്തുനിന്ന് പോയ ശേഷം ഇന്നാ നല്ല ഫുഡ് കഴിക്കുന്നത് ഞാൻ. അമ്മച്ചി ഇങ്ങനെ ഒരുപാടുണ്ടാക്കും. കഴിക്കാൻ ഞാനും അപ്പച്ചനും മാത്രം. ആൽവിൻ ഒറ്റമോനാണോ? അല്ല, എനിക്ക് 2 ചേച്ചിമാരുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടാളും അബ്രോഡാണ്. പിന്നെ ആകെയുള്ള ആൺതിരി ആയതുകൊണ്ട് അത്യാവശ്യം ലാളന തന്നാണ് വളർത്തിയത്. തോന്നിയത്. അവൾ ചിരിച്ചു. ആഹാരം കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും ഹാളിൽ വന്നിരുന്നു. എൻ്റെ മോ, വയറിപ്പോ പൊട്ടിപ്പോകും. ആൽവിൻ എലീനയെ നോക്കി ചിരിച്ചു. എലീനയും. എന്താ ഒന്നും മിണ്ടാത്തത്? ആൽവിൻ ചോദിച്ചു. ഒന്നുമില്ല. എലീന ആൽവിനെ നോക്കി. എന്നാൽ ഞാൻ പോകട്ടെ? ആൽവിൻ അവളെ നോക്കി. അവൾ വേണ്ടെന്ന് തലയാട്ടി. ഇന്ന് ഇവിടെ എൻ്റെ കൂടെ നിന്നൂടെ? നിൽക്കണോ? അവൾ ചിരിച്ചു. എലീനയുടെ ഫാമിലിയൊക്കെ എവിടെയാ? ആൽവിൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖം മാറി. എന്തേ?
അവളുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ ആൽവിൻ അവളുടെ അടുത്തിരുന്നു. താൻ കരയുവാണോ? 4 വർഷങ്ങൾക്ക് മുന്നേ പപ്പയും മമ്മിയും മരിച്ചു ഒരു ആക്സിഡന്റിൽ. ഞാൻ ഒറ്റ മകളാണ്. അന്ന് ഒറ്റയ്ക്കായതാ ഞാൻ. കരയിലെ എലീന. എലീനയുടെ കണ്ണുനീർ ആൽവിൻ തുടച്ചു. അവരുടെ മരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സന്തോഷിച്ച ദിവസമുണ്ടായത്. താങ്ക്സ്. അവൾ ആൽവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. താങ്ക്സ് അലോട്ട്. ഇറ്റ്സ് ഓക്കെ. ആൽവിൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എലീന മുഖമുയർത്തി ആൽവിനെ നോക്കി. ആൽവിൻ എലീനയും